അല്ല മോളെ, ഈ രോഹിത്തിന് ഈ രീതി വിട്ടാ മതിയോ? കുറെ ദിവസങ്ങളായി അവൻ അവന്റെ തോന്നിയ രീതിയിലാ നടക്കുന്നതെന്നാ ശ്യാമ വിളിച്ചപ്പോ പറഞ്ഞത്. വിഷ്ണു പറഞ്ഞാലൊന്നും അവൻ കേക്കില്ലെന്ന്. ഇന്നിപ്പോ അവര് രണ്ടുപേരും കൂടി രോഹിത്തിനെ കാണാൻ പോകുന്നുണ്ടമ്മേ. എന്താ രോഹിത്തിന്റെ പ്രതികരണമെന്ന് അവരാരെങ്കിലും പറഞ്ഞാലേ അറിയാൻ പറ്റൂ. ആ കൊച്ചിന്റെ ജീവിതവും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ആയല്ലോ ദേവി. ഇതിന് മാത്രം സങ്കടം അനുഭവിക്കാൻ എന്ത് പാപാ ദേവി ഞങ്ങൾ അമ്മയും മക്കളും ചെയ്തത്. ശാരദയും മക്കളെയും കണ്ണീര് കുടിപ്പിച്ച് മതിയായില്ലേ ദേവിന്ന് പരിഭവത്തോടെ അങ്ങ് ചോദിക്കും. എന്നും ദേവിയുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ. ഇടയ്ക്ക് ചെറിയൊരു വഴക്കൊക്കെ ആവാം. അപ്പൊ അല്പമെങ്കിലും ദുരിതമൊക്കെ ഒന്ന് കുറച്ചു തരും. വലിയ സീനിയർ ആയിട്ടുള്ള ഭക്തയല്ലേ, പറഞ്ഞു നോക്ക്. കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റി എന്നും കൂടി പറ. ദേവി കേൾക്കാതിരിക്കില്ല. കളിയാക്കൊന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് തന്നെ ദൈവത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇപ്പോഴത്തെ ദുരിതങ്ങളൊക്കെ ദേവി മാറ്റിത്തരും, അതെനിക്ക് ഉറപ്പുണ്ട്. അനു, ഇതുവരെ കാണാത്തിന്നത് ഞാനിപ്പോ ആലോചിച്ചുള്ളൂ. സത്യമോള് പപ്പിയുമായി എന്തോ പറഞ്ഞ് വഴക്കായി. ഒറ്റയ്ക്ക് ബാഗ് പോലും എടുക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോയിന്നാ പപ്പിമോള് പറയുന്നത്. ഞാൻ വരുമ്പോ പപ്പിമോള് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ സത്യം ഇപ്പൊ എങ്ങോട്ടാ പോയേ? എന്തായാലും അങ്ങോട്ടായിരിക്കും വന്നിരിക്കുക. ശ്യാമ ഇവിടെ പപ്പിയെ വിളിക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ പപ്പിയും കൊണ്ടാ വരുന്നത്. ഞങ്ങള് സത്യം നോക്കി തന്നെയാ വരുന്നത്. അവിടെ എത്തിയിട്ടുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. ഇല്ല, ഇവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ എന്തായാലും വഴിയിലൊക്കെ നോക്കിയിട്ട് പോരാ. ഞാനും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി വരാം. സത്യ പപ്പിയുമായിട്ട് വഴക്കിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി പോന്നു. അയ്യോ, എന്നിട്ട് ഇപ്പൊ കൊച്ചെവിടെ ഉണ്ടെന്നാ പറയുന്നേ? അനുവും പപ്പിയും കൂടി സത്യം നോക്കി വരുന്നുണ്ട്. ശ്യാമയും പപ്പിയെ വിളിക്കാൻ ചെല്ലാത്തതുകൊണ്ട് അനു പപ്പിയും കൂടെ കൂട്ടിയിട്ടാ വരുന്നേ. ഓഹ്, എന്തൊക്കെ ഈശ്വരായി നടക്കുന്നേ. നീ വേഗം ചെല്ല്. വഴിയിൽ എവിടെങ്കിലും വെച്ച് സത്യമോളെ കാണാതിരിക്കില്ലല്ലോ. അല്ലടി, ശ്യാമ എന്താ കൊച്ചിനെ വിളിക്കാൻ പോകത്തെ? എനിക്കെങ്ങനെ അറിയാം? ദേ വരുന്നു. അമ്മ എന്നോട് മിണ്ടരുത്. അമ്മയും കൂടെ ചേർന്നായിരുന്നല്ലേ പപ്പിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഞാൻ എന്റെ അച്ഛനാണ് എന്നെ വിളിക്കുന്നതെന്ന് കരുതി എന്തുമാത്രം സന്തോഷിച്ചെന്നോ, എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടെന്നോ. അതെല്ലാം വെറുതെ ആയില്ലേ? ആരാ എന്റെ അച്ഛനായിട്ട് വന്നത്? അമ്മയ്ക്കും അറിയാം, ശാരദാമ്മയ്ക്കും അറിയാം. എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ. അമ്മ പറയുന്നതൊന്ന് കേക്ക്. അതൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. മോള് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു വാശി പിടിക്കുകയും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയും ചെയ്തപ്പോ മോളുടെ സങ്കടം മാറ്റാനും ഭക്ഷണം കഴിപ്പിക്കാനും വേണ്ടി പപ്പി കണ്ടെത്തിയ ഒരു മാർഗം മാത്രമായിരുന്നു ഫോൺ വിളി. മോള് പിന്നെ ഇത് സീരിയസ് ആക്കി എടുത്തപ്പോ പപ്പിക്ക് ഇത് നിർത്താനും പറ്റിയില്ല. മോളെ നോക്ക്, ഇതൊക്കെ അമ്മ അറിയുമ്പോഴേക്കും അവള് വിളിക്കുന്നത് അച്ഛനാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ അന്ന് വന്നത് എന്റെ അച്ഛനല്ലല്ലേ? പറ, അച്ഛനാണോന്ന് പറ അമ്മേ. പറ. പറ അമ്മേ. അല്ല, എല്ലാരും കൂടി പറ്റിക്കുവായിരുന്നല്ലേ? എങ്കി പറ, എന്റെ അച്ഛൻ ആരാ? എനിക്ക് അച്ഛനുണ്ടോ? കൂട്ടുകാരെല്ലാം ഇതറിയുമ്പോ ഇനിയും കളിയാക്കും. കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം അമ്മേ. ഇനി എന്നെ കള്ളങ്ങൾ വഴി സങ്കടപ്പെടുത്തരുത്. പറ, എനിക്ക് അച്ഛനുണ്ടോ? പറ അമ്മേ. പറയമ്മേ, എനിക്ക് അച്ഛനുണ്ടോ? എനിക്കത് അറിയണം. എന്റെ പൊന്നു
മോളെ, മോളുടെ അച്ഛനെ കാണാനുള്ള ആഗ്രഹവും ഇഷ്ടമൊക്കെ ഈ അമ്മയ്ക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പക്ഷെ അത് പറയാനുള്ള ഒരു സാഹചര്യം ഈ അമ്മയ്ക്കുണ്ടായില്ല. മോളെ, ഒന്നും അറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അമ്മയുടെ ജീവിതം. എന്റെ മോളുടെ സന്തോഷം എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. എന്റെ മോള് കഴിഞ്ഞേ ഉള്ളൂ എനിക്കിനി എന്തും. എന്റെ മോളുടെ അച്ഛൻ മോളുടെ അടുത്ത് തന്നെയുണ്ട്. ഈ കൈ എത്തുന്ന ദൂരത്ത് മോളെ സ്നേഹിച്ചും ലാളിച്ചും എന്റെ മോളുടെ കൂടെ തന്നെയുണ്ട്. ഇത്രയും നാളും ആരെ പോലെ ആവണം തന്റെ അച്ഛനെന്ന് മോൾ ആഗ്രഹിച്ചോ? അത് തന്നെ മോളുടെ അച്ഛൻ. മോൾക്ക് വേണ്ടി ഒരു അച്ഛന്റെ കടമ പോലെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനും സ്നേഹപൂർവ്വം ഒരച്ഛന്റെ വാത്സല്യത്തോടെ കെട്ടിപ്പുണർന്ന് ഉമ്മ വയ്ക്കാനും ഈ അച്ഛൻ എന്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.